ചിന്തയ്ക്കായിട്ട് ഒരു വേദവാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് റോമലേഖനം 8-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കട്ടെ. റോമലേഖനം 8-ാം അധ്യായം 22-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് നമ്പർ 22. 22-ാമത്തെ വാക്യം. സർവ്വ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിയിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കേണ്ട ഒരു മെസ്സേജ് ആയിരിക്കും ഇന്ന് പകൽക്കാലം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പ്രധാനമായിട്ട് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപായിട്ട് നമ്മൾ ചിന്തിക്കുവാൻ തുടങ്ങിയ വിഷയമാണ് 3 കൂട്ടം ആൾക്കാർ ഗ്രോൺ ചെയ്യുന്നു, വിലപിക്കുന്നു, നിലവിളിക്കുന്നു. ആരൊക്കെ എന്നുള്ളത് നമ്മൾ കാണും. ഇവിടെ ഒന്നാമത് നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നത് പരിശുദ്ധാത്മാവ് നമ്മിൽ കൂടെ വിലപിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മിൽ കൂടെ ഗ്രോൺ ചെയ്യുന്നു. അപ്പോൾ ഒരു വിലാപം, ഒരു പരിശുദ്ധാത്മാവിൻ്റെ എന്താണ് ഒരു വിലാപം എന്നുള്ളത് ആ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. ആ ഒരു പ്രത്യേകമായ സമയത്ത് നമ്മൾ പഠിച്ചത് വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമുക്കറിയത്തില്ല. ആ പ്രത്യേകമായ സമയത്ത് ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആത്മാവിൻ്റെ പക്ഷപാതമാണ് ആ ഞരക്കമെന്ന് പറയുന്നത്. ആ ഞരക്കത്തെക്കുറിച്ച് അവിടെ പറയപ്പെടുന്നു, നമ്മൾ അവിടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വേർഡ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ. എന്നാൽ അതിൻ്റെ അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് ഈ നമ്മുടെ അധരങ്ങൾ കൂടെ കടന്നു വരുന്നത് ഉച്ചരിച്ചുകൂടാത്ത വാക്കുകളാകുന്നുവെങ്കിലും സ്വർഗ്ഗസ്ഥനാർക്ക് ദൈവത്തിന് അത് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. 2 ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന കൂട്ടമെന്ന് പറയുന്നത് നമ്മളാണ്. വ്യക്തിപരമായിട്ട് വി ആർ ഗ്രോണിങ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഗ്രോൺ? അതാണ് കഴിഞ്ഞ 9ാമത്തെ ആഴ്ച നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നത്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പായി പുത്രത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരകുന്നു. നമ്മുടെ ഉള്ളിൽ ഒരു ഞരക്കമുണ്ട്. ഒരു ദൈവ പൈതലിന് ഒരു ഞരക്കമുണ്ടാകണം. എന്തിനു വേണ്ടിയുള്ള ഞരക്കമെന്ന് ചിന്തിക്കുമ്പോൾ ഒരു പുത്രത്വത്തിന് വേണ്ടി ഉള്ള ഒരാകാംക്ഷ. നിങ്ങൾക്കറിയാം അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു മധ്യാകാശം കടന്നു വരുമ്പോൾ അവിടെയാണ് അത് പൂർണ്ണമാകുവാൻ സാധിക്കുന്നത്. നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതുകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. പൂർണ്ണതയിലേക്ക് നാം കടന്നു വരുന്നതായിരിക്കുന്ന ഒരു പർട്ടിക്കുലർ സമയം. ആ സമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മധ്യമായത്, മരിച്ചു പോകുന്നത് ജീവനാൽ നീങ്ങിപ്പോകുന്നു. അത് ഉരിഞ്ഞു കളയല്ല ചെയ്യുന്നത്, പിന്നെയോ പുറമേ നമ്മൾ ധരിക്കുക ചെയ്യുന്നത്. പക്ഷെങ്കിൽ വരുന്ന മാറ്റമെന്ന് പറയുന്നത് മരണത്തിന് മാറ്റം വന്നിട്ട് ജീവനായിരിക്കും അവിടെ ഉണ്ടാകുവാനായിട്ടിടയായിത്തീരുന്നത്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ചിന്തയിലേക്ക് 3ാമത് ഗ്രോൺ ചെയ്യുന്നതായിരിക്കുന്ന 3ാമത്തേതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. 22-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ ആ വാക്യപ്രകാരം പറഞ്ഞ സർവ്വ സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോട് ഇരിക്കുന്നുവെന്ന് നാം അറിയുന്നുവല്ലോ. അപ്പോൾ ഞരങ്ങുന്നതായിരിക്കുന്ന 3ാമത്തെ കൂട്ടരാണ് സർവ്വ സൃഷ്ടിയും, ഓൾ ക്രിയേഷൻ. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ട് ഓൾ ക്രിയേഷൻ. സർവ്വ സൃഷ്ടിയും ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ കൂടെ ഞരങ്ങുന്നത് പോലെ, നമ്മൾ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഞരങ്ങുന്നത് പോലെ, അഥവാ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിന് വേണ്ടി നമ്മൾ കാത്തുകൊണ്ട് നമ്മൾ ഞരങ്ങുന്നത് പോലെ ഇന്ന് ഈ ലോകത്തിന്റെ സകല സൃഷ്ടിയും ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളും കാണുന്നതായിരിക്കുന്ന ഈ ലോകത്തിന്റെ സകല സൃഷ്ടിയും ഞരങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ എന്തിനാണ് അത് ഞരങ്ങുന്നു എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാനത് വായിപ്പിക്കട്ടെ, വായിച്ചോട്ട്. അതിനാധാരമായിട്ട് എന്തിനാണ് ഞരങ്ങുവാനായിട്ടിടയായി തീർന്നത്? 21-ാമത്തെ വാക്യം, റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് നമ്പർ 21. മനഃപൂർവമായിട്ടല്ല അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. അതിന്റെ മുകളിലത്തെ വാക്യം കൂടെ 20-ാമത്തെ വാക്യം കൂടെ, why the creations are groaning. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് ഇന്ന് സർവ്വ സൃഷ്ടിയും വാനിറ്റിക്ക് കീഴ്പ്പെട്ടിരിക്കുക. They are under the dominion of vanity.
സർവ സൃഷ്ടിയും ഇന്ന് ഒരു ആശയോടെ മായയ്ക്ക് കീഴ്പ്പെടും. അതിനൊരു ആശയുണ്ട്. എന്താണ് അതിൻ്റെ ആശയം എന്ന് പറയുന്നത്? ഒന്ന് പറയുന്നു, ദാസ്യത്തിൽ നിന്ന് വിടുതല് എന്ന് പറഞ്ഞാൽ അത് ഇന്ന് ദാസ്യത്തിലാണ്, അടിമത്വത്തിലാണ് സർവ സൃഷ്ടിയുമായിരിക്കുന്നത്. ഈ ലോകത്തിന്റെ സകല സൃഷ്ടിയും ഇന്ന് അടിമത്വത്തിന് കീഴില്ല. രണ്ട്, അത് എക്സ്പെക്ട് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം. അപ്പൊ ദൈവമക്കളുടെ തേജസ് അതാണ് അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എപ്പോൾ ദൈവമക്കളുടെ തേജസ് വെളിപ്പെടുവാൻ സാധിക്കും? ആ ഒരു ദിവസത്തേക്ക് സർവ സൃഷ്ടിയും ഈറ്റുന്നവോടുകൂടെ കാത്തിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് അത് കാത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വായിച്ചാട്ടെ 21-ാമത്തെ വാക്യം, വേഴ്സ് നമ്പർ 21. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം. അപ്പൊ ഒരു കൽപ്പന കൊണ്ടാണ് അത് കീഴ്പ്പെടുവാൻ കാരണമായത്. അത് മായയ്ക്ക് കീഴ്പ്പെടുവാൻ കാരണം, ദാസ്യത്വത്തിന് കീഴ്പ്പെടുവാനുള്ള കാരണമെന്ന് പറയുന്ന ഒരു കൽപ്പനയാണ്. ആരുടെ കൽപ്പനയെ? ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നത് അത് സ്വന്തമായിട്ടല്ല, മനഃപൂർവ്വമായിട്ടല്ല, പിന്നെയോ അതിനെ കീഴ്പ്പെടുത്തിയവന്റെ ഒരു കൽപ്പന. ആരാണ് കീഴ്പ്പെടുത്തിയത്? വായിച്ചാട്ടെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം, 17-18 വാക്യം. ജനസിസ് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 17 and 18. നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മനുഷ്യൻ പാപം ചെയ്യുവാൻ ഇടയായിത്തീർന്നപ്പോൾ ദൈവം ശപിക്കുന്നത് മനുഷ്യനെ മാത്രമല്ല, മനുഷ്യൻ മാത്രമല്ല ദൈവത്തിൽ നിന്ന് അകന്നു പോയത്. ശ്രദ്ധിച്ചോണേ, നിങ്ങൾ ഇതിനകത്തൊരു വലിയ ആത്മീയ മർമ്മമുണ്ട്. ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, സർവ സൃഷ്ടിയും ശാപത്തിന് കീഴിലാകുവാൻ കാരണമായി. വൈ? എന്തുകൊണ്ട് സർവ സൃഷ്ടിയും ശാപത്തിന് കീഴിലായി? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ അതിന് അധികാരിയാക്കി വെച്ചതാ. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ്റെ അധികാരത്തിലേക്കുള്ളത് മുഴുവൻ ശപിക്കപ്പെടുവാൻ കാരണമായി. മറിച്ച് ഒരു ഭാഗം കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഒരു യോസെഫ് പൊത്തിഫേറിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. പൊത്തിഫേർ യോസെഫിൽ അല്പം നന്മയൊക്കെ കണ്ടു. അതുകൊണ്ട് മിടുക്കനായിരിക്കുന്ന പൊത്തിഫേർ യോസെഫിനെ കുറിച്ച് ഒരു കാര്യം ചെയ്തു. അവൻ തൻ്റെ ഭവനത്തിന് യോസെഫിനെ അധികാരിയാക്കി. ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, യോസെഫിനെ അധികാരിയാക്കിയ നിമിഷം മുതൽ സ്വർഗസ്ഥനാർക്ക് ദൈവം പൊത്തിഫേറിനെയും അവൻ്റെ ഭവനത്തെയും അനുഗ്രഹിച്ചു. ശ്രദ്ധിച്ചോ നിങ്ങൾ? രണ്ട് ഭാഗങ്ങൾ. ദൈവം യോസെഫിന്റെ കയ്യിൽ എന്തെല്ലാം അധീനപ്പെടുത്തിയോ, യോസെഫ് അനുഗ്രഹിക്കപ്പെട്ടവനായതുകൊണ്ട് അവന്റെ കരങ്ങളുള്ളത് മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടു. ആദാം ശപിക്കപ്പെട്ടവനായതുകൊണ്ട് ആദാമിന്റെ കയ്യിൽ ലഭിച്ചത് മുഴുവൻ ശപിക്കപ്പെടുവാൻ കാരണമായി. ദൈവമക്കൾ, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം. എന്നെയും നിങ്ങളെയും നിർത്തിയിരിക്കുന്ന സ്ഥാനത്ത് ഞാനെയും നിങ്ങളെയും ഏതിന്മേൽ അധികാരിയാക്കി വച്ചിട്ടുണ്ട്. ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നുവെങ്കിൽ എൻ്റെ അധികാരത്തിന് കീഴുള്ളത് മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് മുൻപാകെ ഞാൻ ശപിക്കപ്പെടുന്നുവെങ്കിൽ ഈ അധികാരത്തിന് കീഴുള്ളത് മുഴുവൻ ശപിക്കപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജാവ്, അപ്പനാ സകലതും സ്വരൂപിച്ചത്. മകൻ അപ്പനോടുകൂടെ, അപ്പൻ സ്വരൂപിച്ചതോട് വീണ്ടും കൂട്ടിച്ചേർത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലയം പണിതു. ലോകത്തിലെങ്ങുമില്ലാതെ വണ്ണം പ്രൗഢിയോടുകൂടെ നിൽക്കത്തക്കവണ്ണം യെരൂശലേമിൽ അവിടെ നിൽക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ദേവാലയം. ആ ദേവാലയത്തെ പ്രതിഷ്ഠിച്ച് ശലോമോൻ രാജാവ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ശലോമോനോട് കൊടുത്തൊരു മറുപടി പ്രാരമാ. ശലോമോനെ, നീ എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് നടക്കുന്നിടത്തോളം നീയും നിന്റെ സന്തതിയും അനുഗ്രഹിക്കപ്പെടും. അല്ല, നീ എന്നെ വിട്ടുമാറുന്നുവെങ്കിൽ ഈ ആലയം എത്രമാത്രം ഉന്നതമാണെങ്കിലും അത് നശിച്ചു പോകും.
അതല്ലേ ഇത്ര ഗംഭീരമായിട്ട് ഉയർന്നു നിന്നതായിരിക്കുന്ന ഒരു ദേവാലയം കല്ലിന്മേൽ കല്ല് പോലും ശേഷിക്കാതെ തളർന്നു പോകുവാനുള്ള കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം അതുമേലില്ലാത്തത്. ഇന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിലേക്ക് ഞാൻ കടന്നു പോരുമ്പോൾ ശ്രദ്ധിക്കണേ ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും കരങ്ങൾ ലഭിച്ചിരിക്കുന്നത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നുവെങ്കിൽ കരങ്ങൾ ലഭിച്ചിരിക്കുന്ന മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. അല്ല തിരിച്ചാകുന്നുവെങ്കിൽ നമ്മളുടെ അതൊരു നാശമായി തീരും. മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. കുടുംബത്തിൻ്റെ തലവന്മാരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു കുടുംബത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കയ്യിലാണ്. ദൈവമാണ് നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ തലവനായിട്ട്. ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ മുഖാന്തരം അത് അനുഗ്രഹിക്കപ്പെടുവാൻ സാധിക്കും. മുൻപോട്ട് ഞാൻ കടന്നു പോകട്ടെ. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, ദൈവം അതിനെ ശപിക്കുവാൻ കാരണമായി തീർന്നത് കൊണ്ട് ആദാമിന് കൊടുത്ത ശാപമാ. ആദാമിന്മേൽ ദൈവം എന്ത് അധികാരം കൊടുത്തു? നിങ്ങൾക്കറിയാം, ആദാമിനെ ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ആദാമിന് കൊടുത്തൊരു വലിയ അനുഗ്രഹമാണ്. ആദാമേ, ഇതിന്മേലൊക്കെയും നീ വാഴുക, റൂൾ ഓവർ എവരിത്തിങ്. സകലത്തിന്മേലും വാഴുവാൻ ദൈവം അധികാരം കൊടുത്തു. അവിടെയാണ് വീഴ്ചകൾ കടന്നു വന്നത്. ആ വീഴ്ചയാണ് പിന്നീട് ഭാവിയിൽ ഇന്നും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പുല്ല് വരെ, ഒരു മരം വരെ, ഒരു മൃഗമായിക്കൊള്ളട്ടെ, നാൽക്കാലിയായിക്കൊള്ളട്ടെ, ഒരു മത്സ്യമായിക്കൊള്ളട്ടെ, മറ്റേതുമായിക്കൊള്ളട്ടെ, എല്ലാം ഒന്നിനു വേണ്ടി നോക്കിയിരിക്കുക. അതിനറിയുക അതൊരു മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുക. ഒരു ദ്രവത്വത്തിന് അത് മുഴുവൻ അടിമയാ. നിങ്ങൾക്കറിയാം, മനുഷ്യന് ഒരായുസ്സുണ്ട്, വൃക്ഷത്തിനൊരായുസ്സുണ്ട്, വയലിലെ പൂവിന് ഒരായുസ്സുണ്ട്, പച്ചപ്പുല്ലിന് ഒരായുസ്സുണ്ട്. ബാക്കി ഏതിനും നിങ്ങൾ നെയിം ചെയ്തു, അതിനെല്ലാത്തിനും ഒരായുസ്സുണ്ട്. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അത് കഴിയുമ്പോൾ അത് നശിക്കും. ദൈവത്തിൻ്റെ പ്ലാൻ ആയിരുന്നില്ല അത് നശിക്കണമെന്നുള്ളത്. പക്ഷേ എന്ത് സംഭവിച്ചു? ആദമേ, നിന്റെ പാപം മുഖാന്തരമായിട്ട് ഇന്ന് നിന്റെ കരങ്ങൾ തന്നിരിക്കുന്ന സർവ്വ സൃഷ്ടിയും ഇന്ന് ഒരു ഞരങ്ങി ഈറ്റുന്നവോടുകൂടെ കാത്തിരിക്കുക. ഒന്ന് ശ്രദ്ധിക്കണം, ഒരു പ്രസവവേദന ഒരു സ്ത്രീക്ക് എത്രമാത്രം വാല്യുബിൾ ആകുന്നുവോ, എത്രമാത്രം വേദനാജനകമാകുന്നുവോ, അതുപോലെ തന്നെയാണ് ഈ ഒരു ഞരക്കമെന്നുള്ളതൂടെ ദൈവമക്കൾ മനസ്സിലാക്കണം, വളരെ ആവശ്യമാണ്. പക്ഷേ അതൊന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു കാര്യമറിയാം, ദൈവത്തിൻ്റെ സകല സൃഷ്ടിക്കും ഒരാശയുണ്ട് എന്നുള്ളത് വായിച്ച് വീണ്ടും ഒരിക്കൽ കൂടെ റോമക്കലേഖനം 8-ാം അധ്യായം 21-ാമത്തെ വാക്യം. മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. അതിന്റെ മുകളിൽ 20-ാമത്തെ വാക്യം കൂടെ. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസത്തിൽ നിന്ന് വിടുതലും സൃഷ്ടി, നിങ്ങൾ ശ്രദ്ധിക്കണം ഓരോ വേർഡ്. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള. അപ്പോൾ സൃഷ്ടിക്ക് എന്തോ ഉണ്ട്? സൃഷ്ടിക്കും ഒരാശയുണ്ട്. ഈ ലോകത്തിലെ ദൈവത്തിന്റെ സകല സൃഷ്ടിക്കും ഒരാശയുണ്ട്. എന്തുവാ അതിൻ്റെ ആശയെന്നറിയാമോ? അതാഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ദിവസം മാത്രമേ എനിക്കൊരു സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ. അന്ന് മാത്രമേ ഈ ദ്രവത്വത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മാറ്റം വരത്തുള്ളൂ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, സൃഷ്ടിക്കാൻ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ മുമ്പത്തെ സൺഡേ ഞാൻ പറയുകയുണ്ടായി, ദൈവമക്കളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്രമാത്രം ഒരാശ ഉണ്ടാകണം. ആ ആശ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല,
നീ വന്നിട്ടല്ലാതെ എൻ്റെ വേദന മാകത്തില്ല. കർത്താവെ, നീ വന്ന് കാണുന്നതല്ലാതെ എനിക്ക് മറ്റ് യാതൊരു സന്തോഷമില്ല. എന്നോടുകൂടെ ചേർന്നത് പറയുവാൻ ആഗ്രഹിക്കുന്ന കരങ്ങളുയർത്തി ദൈവത്തോടൊന്ന് പറയും, ആമേൻ കർത്താവേ, വേഗം വരണമേ. ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ സർവ സൃഷ്ടിയും ഞരങ്ങി ഈറ്റുന്നതോടുകൂടെ ഇരിക്കുന്നു. ഏത് കാലം വരെ? ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു. അതിനറിയാം ഒരു പർട്ടിക്കുലർ സമയം. ഏത് സമയത്തായിരിക്കും അതിന് വിടുതൽ നൽകുന്നത്? അതിൻ്റെ ദാസ്യത്തിൽ നിന്ന്, അതിൻ്റെ വാനിറ്റിയിൽ നിന്ന്, ഡീക്കേയിങ് എക്സ്പീരിയൻസിൽ നിന്ന് വിടിവിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, ദൈവമക്കളുടെ തേജസ് വെളിപ്പെടുമ്പോൾ, ഹല്ലേലൂയ, അത് ഒന്ന് കാണാൻ ആഗ്രഹിക്കുക. ദൈവമക്കളുടെ തേജസ്സോടുകൂടെ ദൈവമക്കൾ വെളിപ്പെടുന്ന ഒരു വെളിപ്പാടിന് വേണ്ടി അത് കാത്തിരിക്കുക. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. സർവ സൃഷ്ടിയും കാത്തിരിക്കുക. അതിൻ്റെ കാത്തിരിപ്പിൻ്റെ കാരണമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു സമയം കടന്നു വരും. അതിനറിയ ഇന്നത്തെ എൻ്റെതായിരിക്കുന്ന ഈ അടിമത്തത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഞാൻ വിടുവിക്കപ്പെടുവാൻ പോകുകയാണ്. ആ വിടുവിക്കപ്പെടുന്ന സമയവും അവർക്കറിയാം. അതാണ് ദൈവമക്കൾ തേജസ് പ്രാപിക്കുന്ന ഒരു സമയം. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ദൈവമക്കൾ മനസ്സിലാക്കുന്നു, ദൈവമക്കൾ തേജസ് പ്രാപിക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് ഏത് സന്ദർഭത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്ന അറിയാമോ? വായിച്ചാട്ട് റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സ് നമ്പർ 1. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു. വായിച്ചോ? യെശയ്യാ 65-ാം അധ്യായം, ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 65 വേഴ്സ് നമ്പർ 17. 65 വേഴ്സ് 17. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. മുമ്പിലത്തേവ ആരും ഓർക്കുകയില്ല, ആരുടെ മനസ്സിൽ. ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, ദൈവം ഒന്നിനെ സൃഷ്ടിക്കുവാൻ പോകുക, പുതിയ ആകാശവും പുതിയ ഭൂമിയും. എന്തിനാണ് നിങ്ങൾക്കറിയുക? ആ പുതിയമാർഗ ഭൂമിയിലേക്കാണ് ദൈവമക്കൾ പുത്തനാം യെരൂശലേം ഭർത്താവിനായിട്ട് അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു കാഴ്ച. വായിച്ചാട്ട് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട്. 9-10 വാക്യം. റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സ് നമ്പർ 9 and 10. അന്ത്യബാധ 7 നിറഞ്ഞ് 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. ആരെയാ ഇവിടെ കാണിച്ചു കൊടുക്കാൻ പോകുന്നത്? കുഞ്ഞാടിന്റെ കാന്തയാകുന്ന മണവാട്ടി. ആരെയാ കാന്തയാകുന്ന മണവാട്ടി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആരാത്? നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഗണം. കുഞ്ഞാടിന്റെ കാന്തയാകുന്ന മണവാട്ടിയെ ഞാൻ കാണിച്ചു തരാം. യോഹന്നാന് കാണിച്ചു കൊടുക്കുന്ന എന്താ? വായിച്ചോ താഴത്തെ വാക്യം. അവൻ എന്നെ ആത്മഭവിഷ്യതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത്. കുഞ്ഞാടിന്റെ കാന്തയാകുന്ന മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീയെ അല്ല, പകരം കാണിച്ചു കൊടുക്കുന്നത് ആരെയാ? ഒരു നഗരത്തെയാ. ആ നഗരം ആരാ? അവിടെ ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു വന്നു. മനോഹരമായിരിക്കുന്നൊരു കാഴ്ചയാ സംഭവിക്കുവാൻ പോകുന്നത്. ദൈവ തേജസ്സോടുകൂടെ കർത്താവിൻ്റെ കാന്തിയാകുന്ന മണവാട്ടി ഒരു നഗരമെന്ന പോലെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വരുന്നൊരു വലിയ കാഴ്ച. ഈ ഒരു പർട്ടിക്കുലർ സമയത്തിന് വേണ്ടിയാണ് സർവസൃഷ്ടിയും ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത്.
ഈ ഒരു സമയം മാത്രമേ അവരുടെ ദാസ്യത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് അവർക്ക് നന്നായിട്ടറിയാം. അങ്ങനെയെങ്കിൽ ഇന്ന് ഭൂമിയെക്കുറിച്ച് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. നാം വസിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് 4 ഭാഗങ്ങളായിട്ട് 4 സമയങ്ങൾ ഈ ഭൂമിക്ക് വിപ്ലവകരമായിരിക്കുന്ന മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോഴും ഭൂമിക്ക് മാറ്റം വരുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 സമയങ്ങൾ. ഒന്നാമത്തെ സമയമാണ് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്ന പോലെ ദൈവത്തിൻ്റെ ഒരു ദൂതനായിരിക്കുന്ന ലൂസിഫറിനെ ഏദൻ തോട്ടത്തിലാക്കിയൊരു സമയം. ഞാൻ ആ സമയത്തെക്കുറിച്ച് അനിപ്രകാരം ചൂണ്ടിക്കാണിക്കുക. ലൂസിഫർ പാപം ചെയ്യുന്നതിന് മുൻപുള്ളൊരു ലോകം, അല്ലെങ്കിൽ പാപം ചെയ്യുന്നതിന് മുൻപുള്ളൊരു ഭൂമി. ശ്രദ്ധിച്ചോണേ എൻ്റെ ഓരോ വേർഡ്. ലൂസിഫർ അഥവാ പിശാച് പാപം ചെയ്യുന്നതിന് മുൻപുള്ളൊരു ഭൂമി, പാപം ചെയ്തതിന് ശേഷമല്ല. രണ്ടാമത് ഭൂമിക്ക് പ്രത്യക്ഷമായിരിക്കുന്ന മാറ്റം കടന്നു വന്നത് ആദം പാപം ചെയ്യുന്നതിന് മുൻപുള്ള ഭൂമി. ആദം പാപം ചെയ്യുന്നതിന് മുമ്പ് ഒരു ഭൂമി. 3, ആ കാലഘട്ടം കഴിഞ്ഞ ശേഷം ഇഷ്ടം പോലെ ലോകത്തിൽ മാറ്റം വന്നു. നിങ്ങൾക്കറിയാം, ഒരു ഭയാനകമായിരിക്കുന്ന എർത്ത്ക്വേക്കാണ് ഒറ്റപ്പെട്ട് കിടന്ന സമുദ്രത്തെ ഇന്ന് ലോകത്തെ പല ഭൂഖണ്ഡങ്ങളാക്കി മാറ്റുവാൻ, പല കഷണങ്ങളാക്കി തിരിക്കുവാൻ കാരണമായത്, സമുദ്രം കടന്നു വരുവാൻ കാരണമായത്. ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിക്കുമ്പോൾ 31-ാം അധ്യായത്തിൽ സ്വർഗ്ഗസ്ഥനായ ദൈവം പറയുന്നത്, വെള്ളം ഒരിടത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ. വെള്ളം, ദൈവം ഉണങ്ങിയ നിലത്തിന് ഭൂമിയെന്നും വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. ഇന്ന് കാണുന്ന പോലെ പല രാജ്യങ്ങളുടെയും ഇടയിൽ കൂടെ ഒഴുകുന്ന ഒരു കടലായിരുന്നില്ല അന്ന്. ഒരു പർട്ടിക്കുലർ സമയത്ത് ഒരു സ്ഥലത്ത് മാത്രം മാർസൈഡ് കരയായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിമ്രോദ് ദൈവത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് മഹദിയം ബാബേൽ പണിയപ്പെടുവാൻ ബാബേൽ ഗോപുരം പണിയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആ സമയത്ത് സ്വർഗ്ഗസ്ഥനായ ദൈവം അതിൻ്റെ ഭാഷയെ കലക്കി ലോകത്തിൻ്റെ സകല ഭാഗത്തേക്കും അവരെ ചിതറിച്ചു. എങ്ങനെയാണ് നമുക്കറിയത്തില്ല. പക്ഷെങ്കിലൊരു മനസ്സിലാക്കുവാൻ സാധിക്കും, അന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്തൊരു ഭയാനകമായ എർത്ത്ക്വേക്കായിരിക്കും. ഒറ്റപ്പെട്ട് കിടന്ന ഈ ഭൂമിയെ, ഒറ്റപ്പെട്ട് കിടന്ന ഈ വെള്ളത്തെ, സമുദ്രത്തെ പല ഭാഗങ്ങളായിട്ട് മാറ്റപ്പെടുവാനിടയായിത്തീർന്നത്. നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കമുണ്ടായി, അതും ഭൂമിക്ക് മാറ്റങ്ങൾ കടന്നു വന്നു. ഇന്നും മനുഷ്യൻ ചെയ്യുന്നതായിരിക്കുന്ന ഓരോ ക്രിയകൾക്കും മാറ്റങ്ങൾ ഭൂമിക്ക് വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാം, ഇന്ന് ലോകത്തിൻ്റെതായിരിക്കുന്ന ശാസ്ത്രന്മാരുടെ മുമ്പിൽ ഭയപ്പെടുത്തുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ ആ ഒരു വിഷയം ഇതാണ്: ലോകത്തിന് ഇന്നത്തെ ഈ ജനത്തെ നിർത്തുവാനായിട്ട് സാധ്യമല്ല. അറ്റ് എനി മോമെന്റ് അവർക്ക് പല കാരണം അവർ പറയുന്നുണ്ട്. അതിൽ ഒരു കാരണമാണ് വംശവർദ്ധനവ്. മറ്റൊരു കാരണമാണ് ലോകത്തിൻ്റെതായിരിക്കുന്ന അവസ്ഥകൾക്ക് മാറ്റം വന്നത്. മലകൾ മാറ്റപ്പെട്ടു, ഖണ്ഡങ്ങൾ വീടുകളായി, പലവിധമാർഗ വ്യത്യാസം. ഇതെല്ലാം ലോകത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്, നമ്മൾ പോലും ചിന്തിക്കാത്ത ബോഡി മിസ് നമ്മൾ ശരീരത്തിൽ അടിക്കുമ്പോൾ ഇന്നിപ്പം കണ്ടുപിടിക്കപ്പെട്ടൊരു കാര്യമാണ് ഇതും. ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുവാൻ കാരണമായി തീരും. നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല നമ്മൾ ചെയ്യുന്ന എന്തെല്ലാം കാര്യം നമ്മൾ വസിക്കുന്ന ഈ ഭൂമിക്ക് ദോഷമുണ്ടാക്കുന്നുവെന്നുള്ളത് നമുക്കറിയത്തില്ല. ദൈവത്തിൻ്റെ മക്കളെ, കാലങ്ങൾ കടന്നു വരുന്നു. മൂന്നാമതായിട്ട് ഭൂമിക്ക് വലിയ മാറ്റം കടന്നു വരുവാൻ പോകുന്നത് 1000 ആണ്ട് വാഴ്ചയിലാണ്. ഞാനത് വിശദമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു യുദ്ധം. അതിനുശേഷമാണ് ഒരു പെർഫെക്റ്റ് എർത്തിലേക്ക് കടന്നു വരുന്നത്. അതാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും.
അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങൾ വസിക്കുന്നതായിരിക്കുന്ന ഭൂമിക്ക് പല മാറ്റങ്ങൾ കടന്നു വന്നതായിട്ട് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് പർപ്പസ് ഉണ്ടായിരുന്നു. ദൈവം വെറുതെയല്ല ഭൂമിയെ സൃഷ്ടിച്ചത്. എന്തായിരുന്നു ദൈവത്തിൻ്റെ പർപ്പസ്? വായിച്ചാട്ട് യെശയ്യാ 45 അധ്യായം അതിൻ്റെ 18 വാക്യം. ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 45 വേഴ്സ് നമ്പർ 18. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി അവൻ അതിനെ ഉറപ്പിച്ചു. അവൻ, നിങ്ങൾ ശ്രദ്ധിക്കണേ, സ്വർഗസ്ഥനാർക്ക് ദൈവം എന്ത് ചെയ്തെന്നാ പറയുന്നേ? ഭൂമിയെ ഉറപ്പിച്ചു. അപ്പോ ദൈവം എന്ത് ചെയ്തിരിക്കുക? ഭൂമിയെ ഉറപ്പിച്ചിരിക്കുക. ഇന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, ദൈവം ഭൂമിയെ ഉറപ്പിച്ചു. വായിച്ച ഒരു വാക്യം കൂടെ, 104 സങ്കീർത്തനം 5 വാക്യം. Psalms 104 verse number 5. അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിന്റെ അടിസ്ഥാനത്തിന്മേൽ. അപ്പൊ ദൈവം സ്ഥാപിച്ചതാ. ഏതിന്മേൽ ദൈവം സ്ഥാപിച്ചു? ദൈവം ഭൂമിയെ സ്ഥാപിച്ചു. ദൈവം ഒരു അടിസ്ഥാനം ഇട്ടിട്ട് ആ അടിസ്ഥാനത്തിന്മേലാണ് ഭൂമിയെ വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത് ആ ഭൂമി അതൊരിക്കലും ഇളകിപ്പോകാതിരിക്കേണ്ടതിനോ. അപ്പോൾ സ്ഥിരമായി വെച്ചിരിക്കുക ഈ ഭൂമിയെ. വായിച്ചു സഭാപ്രസംഗി 1 അധ്യായം, എക്ലിയാസിക് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 4, 4 വാക്യം. സഭാപ്രസംഗി 1 അധ്യായം 4 വാക്യം. ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമിയോ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ഭൂമിക്ക് വ്യതിയാനം സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം സൃഷ്ടിച്ചതായിരിക്കാത്ത ഭൂമി, ദൈവം അടിസ്ഥാനമിട്ട ഭൂമിക്ക് ഒരു മാറ്റങ്ങളും വരത്തില്ല. ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനത്തിന് ഒരു മാറ്റം വരത്തില്ല. എന്നാൽ എന്തൊക്കെയോ ചേഞ്ചസ് വരുമെന്നോ ദൈവത്തിന്റെ വിശുദ്ധ വചനം. വീണ്ടും ഒരിക്കൽ കൂടെ യെശയ്യാ ചാപ്റ്റർ 45 ചാപ്റ്റർ 65 വേഴ്സ് 22. അവർ പണിക, മറ്റൊരുത്തൻ പാർക്ക. യെശയ്യാ 45 18 വാക്യം ഒന്ന് വായിച്ചാട്ടോ. 45 വേഴ്സ് 18. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്. ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചതിന്റെ പർപ്പസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. വ്യർത്ഥമായിട്ടല്ല, പാർപ്പിനത്രേ. നിങ്ങൾക്കറിയാം മുള്ളും പറക്കാരൊക്കെ മുളയ്ക്കാൻ തുടങ്ങി എപ്പോഴാന്ന് അറിയാമല്ലേ? ഏദൻ തോട്ടത്തിലെയും ആദാമിനെ ആക്കിയ സമയത്ത് മുള്ളും പറക്കാരെയും ഇല്ല. ആദമിൻ്റെ പാപത്തിന് ശേഷമാണ് മുള്ളും പറക്കാരെയും മുളയ്ക്കുവാനായിട്ട് കാരണമായി തീർന്നത്. ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, ദൈവം ഭൂമിയെ, മനുഷ്യനെ പാപ്പിനത്രേ സൃഷ്ടിച്ചത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വലിയ പർപ്പസ്, ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമായത് ഇൻഹാബിറ്റൻസ്, പാർപ്പിന് അവിടെ ഉണ്ടാകണമെന്നുള്ളത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഒന്ന് ശാന്തമായിട്ട് മനസ്സിലാക്കണം. ഈ ബേസിക് കൺസെപ്റ്റ് വെച്ചാൽ ഞാൻ മുമ്പോട്ട് പോകാൻ പോകുന്നത്. ഒന്ന്, ഈ ഭൂമിയെ ദൈവം സ്ഥിരപ്പെടുത്തി. ദൈവമാണ് അടിസ്ഥാനം വിട്ടത്. ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി നിലനിൽക്കുവാനിടയായിത്തീരുന്നത്, ഇന്നും നിലനിൽക്കുന്നത്. അതിന് മുകൾ പരപ്പിൽ മാറ്റങ്ങൾ വരത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ താഴോട്ട് വരുമ്പോൾ പറയാം. ദൈവം ആ ഭൂമിയെ സ്ഥാപിച്ച് നിർമ്മിച്ചു വച്ചിരിക്കുക. അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം സ്വർഗസ്ഥനാർക്ക് ദൈവം സ്ഥാപിച്ചിരിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഭൂമിക്ക് മാറ്റങ്ങളൊക്കെ കടന്നു വന്നു. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത് ആ ഏദൻ തോട്ടത്തിൽ ഒരു ഏദൻ തോട്ടമുണ്ടായിരുന്നുവെന്നും ആ ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്ന മുമ്പായിട്ട്
ഒരു ദൂതനെ ആക്കി വെച്ചിരുന്നുവെന്നും ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. വായിച്ചാട്ട് ആ വാക്യത്തിലേക്കൊന്ന് കടന്നു പോകട്ടെ. വായിച്ചാട്ട് യെഹെസ്കേൽ 28-ാം അധ്യായം, യെഹെസ്കേൽ ചാപ്റ്റർ 28 വേഴ്സ് 11 to 19. അത് മുഴുവൻ വായിക്കണ്ട, 13-ാമത്തെ വാക്യം മാത്രം വായിച്ചാട്ട്. വേഴ്സ് 13. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. നീ ദൈവത്തിൻ്റെ തോട്ടമായിരിക്കും. നിങ്ങൾ ആ 11-ാമത്തെ വാക്യം തുടക്കത്തിൽ നമുക്ക് അറിയുവാൻ സാധിക്കും ആരെക്കുറിച്ച് പറയുന്ന ഒരു പ്രവാചകമാകുന്നുവെന്നുള്ളത്. ദൈവത്തിൻ്റെ ദാസൻ യെഹെസ്കേലിനോട് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നീ സോർ രാജാവായിരിക്കുന്ന. വായിച്ച് 11-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ട്. നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം. നീ സോർ രാജാവിനെ കുറിച്ച് വിലാപം. സോർ രാജാവിനെ കുറിച്ചാണ് ഇവിടെ പഠിപ്പിക്കും. സോർ രാജാവ് എന്ന് പറയുന്നത് ലൂസിഫറിനെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ലൂസിഫറിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറയുന്നൊരു ഭാഗമാണ്, നീ എവിടെയായിരുന്നു? ദൈവത്തിൻ്റെ തോട്ടമായിരിക്കുന്ന ഏദനിൽ നീ ആയിരുന്നു. അവിടെ നിന്നെ മനോഹരമായി ദൈവം നിന്നെ സൃഷ്ടിച്ചു വെച്ചിരിക്കുക. പക്ഷെ എന്ത് ചെയ്തു? അവിടെ താഴത്തെ വാക്യപ്രകാരം പറയുന്നു, നിന്നിൽ നീതികേട് കണ്ടതു മുതൽ ഞാൻ നിന്നെ അവിടുന്ന് തള്ളിക്കളഞ്ഞു. ആ വിശുദ്ധ ദേവ പർവ്വതത്തിൽ നിന്ന് തള്ളി. വായിച്ചോട്ടെ യെശയ്യാ 14-ാം അധ്യായം, യെശയ്യാ 14-ാം അധ്യായം, അതിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. വേഴ്സ് നമ്പർ 12 to 15. നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? നീ എങ്ങനെ ആ പാപം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യത്തെ നീ എങ്ങനെ അരുണോദയപുത്രനായ ശുക്ര എന്ന് പറഞ്ഞ ദ സൺ ഓഫ് ലൂസിഫർ, നീ എങ്ങനെ ആകാശത്ത് വെട്ടേറ്റ് നിലത്ത് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം. മനസ്സിലായല്ലോ എന്തുവാ പുള്ളിയുടെ പാപമെന്ന് പറയുന്നത്? ദൈവത്തെ പോലെ ആകുവാൻ ആഗ്രഹിച്ചത്. ഒരു രീതി നോക്കി ആ ദൈവത്തെക്കാൾ മുകളിൽ ചെല്ലുവാൻ ആഗ്രഹിച്ചത്. അതാണ് ദൈവത്തിൻ്റെ വിശുദ്ധദാസൻ പറയുന്നത്, നിന്നിൽ നീതികേട് കണ്ടത് മുതൽ. അവിടെ അതിനു മുമ്പ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെങ്കിൽ ഈ പർട്ടിക്കുലർ സമയത്ത് ദൈവം എന്ത് ചെയ്തു? ആ ലോകത്തെ ലോകത്തെ നശിപ്പിച്ചു. എങ്ങനെയാ നശിപ്പിക്കുവാൻ ഇടയായിത്തീർന്നത്? വായിച്ചാട്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യം. ജനസിസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 1 and 2. 1-2 വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ആഴത്തിന്മീതെ ഒരു സമുദ്രമുണ്ടായിരുന്നു എന്ന് പറയുക. എവിടുന്നായി സമുദ്രം വന്നതെന്നുള്ളതാ വിഷയം. വായിച്ചോ നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ. 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം, അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടോ. 2 Peter chapter 3 verse number 5. ആകാശവും വെള്ളത്തിൽ. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഈ ഓരോ വേർഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന വേർഡുകളാ. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും. നെക്സ്റ്റ്, പണ്ട് ദൈവത്തിന്റെ ശ്രദ്ധിച്ചോ? ആ പണ്ടെന്നുള്ള വാക്കിന്റെ മീനിങ് എന്തുവാന്ന് മനസ്സിലായോ? നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടോ? ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്ന ആകാശവും 2 വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി. അപ്പോ ആ ഭൂമി ഉളവായത് വെള്ളത്തിൽ നിന്നുളവായി, വെള്ളത്താൽ ഉളവായി ആ ഭൂമി. എന്നാൽ ആ ഭൂമിയുടെ തുടക്കത്തെക്കുറിച്ച് ദൈവത്തിന്റെ ദാസൻ പറയുന്നു, ആ വെള്ളത്തിൽ നിന്നും വെള്ളത്താൽ ഉളവായ ഭൂമി അന്നേരം ഉണ്ടായി വന്നതല്ല, പകരം പണ്ട് എന്ന് പറഞ്ഞ ഏതോ കാലത്തിന് മുമ്പ്. എങ്ങനെ ഉണ്ടായി? ദൈവത്തിന്റെ വചനത്താൽ അത് ഉണ്ടായി. അപ്പോൾ ദൈവത്തിന്റെ വചനമാണ് ഏതിനെ ഉണ്ടാക്കിയത്? ഭൂമിയെയും ആകാശത്തെ ഉണ്ടാക്കിയത്. ആ വെള്ളത്താൽ ആ ഭൂമിയെ ഉണ്ടാക്കിയപ്പോൾ ആ ഭൂമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ ഭൂമിക്ക് എന്തൊക്കെയോ സംഭവിച്ചു. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദാസൻ പത്രോസ് പറയുക, ഈ ഭൂമി വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയാ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ ഭൂമി എവിടെ നിന്നുണ്ടായി? ഔട്ട് ഓഫ് വാട്ടർ, വെള്ളത്തിൽ നിന്ന് ഉളവായി.
വെള്ളത്താൽ ഉളവായി. പ്രിയപ്പെട്ടത്, എവിടുന്നായി ഈ ഭൂമി ഉളവായത്? അങ്ങനെയെങ്കിൽ ഇത് ഏത് കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. അപ്പോൾ അന്നുണ്ടായിരുന്ന ആഴം, അന്നുണ്ടായിരുന്ന ആർക്ക് സമുദ്രം, അന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ കാണുന്നത് ഒരു ഭൂമിയല്ല. അന്ന് ആ ഭൂമി സമുദ്രം കൊണ്ട് മൂടപ്പെട്ടിരിക്കുക. സമുദ്രം അതിനെ മൂടിയിരുന്നത്. ഭൂമിയെ കാണാനില്ല. സ്വർഗസ്ഥനായിരിക്കെ ദൈവം എന്ത് ചെയ്തു? ആ വെള്ളത്തിനടിയിൽ കിടന്ന ഭൂമിക്കാണ് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് വീണ്ടും ആ ഭൂമി എസ്റ്റാബ്ലിഷ് ചെയ്യുവാനിടയായിത്തീർന്നത്. ഈ പർട്ടിക്കുലർ കാലഘട്ടത്തെക്കുറിച്ച് യെരമ്യാവ് ആത്മാവിൽ പ്രകാരം പ്രവചിച്ചു. വായിച്ച ബുക്ക് ഓഫ് ജെരമ്യ 4-ാം അധ്യായം 4th chapter verse 23. 4-ാം അധ്യായം 23-ാമത്തെ വാക്യം. ജെരമ്യ chapter 4 verse 23. ഞാൻ ഭൂമിയെ നോക്കി അതിനെ പാഴും ശൂന്യമായി കണ്ടു. ഞാൻ ആകാശത്തെ നോക്കി അതിന് പ്രകാശമില്ലാതെയിരുന്നു. നിങ്ങൾക്കറിയാം, ദൈവം ആദമിനെ ഏദൻ തോട്ടത്തിലാക്കിയ സമയം മുതൽ ഇന്ന് വരെ ഒരിക്കലും ഭൂമി പാഴും ശൂന്യമായിരുന്നില്ല. ചില നാളുകൾ, ചില മാസങ്ങൾ വെള്ളം കൊണ്ട് ഭൂമിയെ മൂടി എന്നുള്ളത് സത്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെങ്കിൽ ആ വെള്ളം കുറഞ്ഞു വന്നപ്പോൾ ഒരു പ്രാവിനെ വെളിയിലേക്ക് നോഹ വിട്ടു. അല്പകാലം കഴിഞ്ഞപ്പോൾ പ്രാവിൻ്റെ വായിൽ ഒരു പച്ച ഒലിവല. എന്ന് പറഞ്ഞാൽ ആ വെള്ളം കൊണ്ട് ആ ഭൂമിയെ ചില മാസങ്ങൾ മൂടി വെച്ചുവെങ്കിലും അതെന്തായിരുന്നില്ല, ശൂന്യമായിരുന്നില്ല. പിന്നെ ഏത് കാലത്തെക്കുറിച്ച് ഇത് വെളിപ്പെടുത്തുന്നു, ഏത് കാലത്തെക്കുറിച്ച് പറയുന്നു? അവിടെയാണ് സ്വർഗസ്ഥനാർക്ക് ദൈവം നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച. ഞാൻ ഭൂമിയെ നോക്കി, അത് പാഴും ശൂന്യമായി കണ്ടു. ഏത് കാലഘട്ടമാണെന്നറിയാമോ? അതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. അതിനു മുമ്പ് എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ലൂസിഫറിന്റെ പാപം മുഖാന്തരമായിട്ട് ദൈവം ഭൂമിയെ നശിപ്പിച്ചു. എങ്ങനെയാ ദൈവം നശിപ്പിച്ചത്? വായിച്ചാട്ട് 2 പത്രോസ് ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വീണ്ടും കടന്നു വന്നാട്ട്. 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യം ഒരിക്കൽ കൊടുന്ന് വായിച്ച. വേഴ്സ് നമ്പർ 5 and 6. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും. പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും. ആ വേർഡ് മനസ്സിലായല്ലോ, പണ്ട് ദൈവവചനത്താൽ ഉണ്ടായി എന്നും. അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും. അപ്പോ ആ ഒരു ലോകത്തിൽ എന്ത് സംഭവിച്ചെന്നാ പറയുന്നേ? ആ ലോകത്തിൽ എന്ത് സംഭവിച്ചു? ജലപ്രളയം കടന്നു വന്നു. അന്നുള്ള ലോകത്തിൽ ജലപ്രളയം കടന്നു വന്ന് എന്ത് സംഭവിച്ചു? മുങ്ങി നശിച്ചുവെന്നും. നെക്സ്റ്റ് വേർഡ്. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ച്. അപ്പോ ഒരു വചനം അയച്ചു. ആ വചനം എന്ത് ചെയ്തു? വെള്ളം കൊണ്ട് ഭൂമിയെ നശിപ്പിച്ചു. അതുപോലെ ഒരു വചനം കടന്നു വരുവാൻ പോകുക. ആ വചനം കൊണ്ട് നശിക്കപ്പെടുവാൻ പോകുന്നത് എങ്ങനെ നശിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, വെള്ളം കൊണ്ടല്ല നശിക്കുന്നത്. പിന്നെ ഏതുകൊണ്ടാ? തീ കൊണ്ട് നശിക്കുവാൻ പോകുക. നിങ്ങൾ ശ്രദ്ധിച്ചോ? 2 കാലഘട്ടം ഞാൻ പറഞ്ഞു വരും, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നോഹയുടെ കാലത്തെ വെള്ളം കൊണ്ട് നശിച്ചു എന്നുള്ളത് സത്യമാണെങ്കിലും ജീവിക്കുന്ന ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം പറയുന്നതായിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ആ വെള്ളം എങ്ങനെ ഉണ്ടായി എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ ദൈവത്തിൻ്റെ ദൂതനായ ലൂസിഫർ പാപം ചെയ്തപ്പോൾ
ദൈവം ആ ലോകത്തെ വെള്ളം കൊണ്ട് നശിപ്പിച്ചു എന്നുള്ളതാണ്. വി അസ്യൂം ഇറ്റ്. നമുക്ക് തെളിവൊന്നുമില്ല. തെളിവുള്ള ഈ 1, 2, 3 വാക്കുകൾ കൂടെയാണ്. ആ ലോകം, അന്നത്തെ ലോകത്തെ വെള്ളം കൊണ്ട് ദൈവം നശിപ്പിച്ചു. എത്ര കാലം വെള്ളത്തിനടിയിൽ കിടന്നുവെന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷെങ്കിൽ ആ വെള്ളം കൊണ്ട് ആ ലോകത്തെ ദൈവം നശിപ്പിച്ചു എന്നുള്ളത് സത്യമായ കാര്യമാണ്. അങ്ങനെയുള്ള ലോകത്തെയാണ് ദൈവം വീണ്ടും ഉളവാക്കിയത്. ദൈവം ഒരു പുതിയ ഭൂമിയെ ഉളവാക്കിയില്ല. പണ്ടുണ്ടായിരുന്നൊരു ഭൂമി, പണ്ടുണ്ടായിരുന്നൊരാകാശം, അതിനെ ദൈവം വീണ്ടും മടക്കി വരുത്തുക ചെയ്തേ. ഉൽപ്പത്തി ബൈബിൾ സ്റ്റഡി കടന്നു വന്നതോട് ഞാൻ പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 2 വേർഡ് പഠിക്കേണ്ടതായിട്ടുണ്ട്. 1 സൃഷ്ടിച്ചു എന്നുള്ളൊരു വേർഡ്, 2 ഉണ്ടാക്കി എന്നുള്ളൊരു വേർഡ്. 1 ക്രിയേറ്റ്, 2 മെയ്ഡ്. മെയ്ഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പണ്ടുണ്ടായിരുന്നത്, ആ സമയത്തില്ലാത്തത് വീണ്ടും ഉളവാക്കിയത്. ക്രിയേറ്റ് എന്നുള്ളത് ഒന്നില്ലാതിരുന്നത്, ഇല്ലാതിരുന്നതിനെ വിളിച്ചു വരുത്തുന്നത്. ഇതാ ദൈവത്തിൻ്റെതായിരിക്കുന്ന പ്രവൃത്തിയതാ ഈ 2 കാര്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നിങ്ങൾ പഠിക്കുമ്പോൾ 3 കാര്യങ്ങൾ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ ദൈവം. 1, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ആദിയിൽ ദൈവം ആകാശഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ നടന്നൊരു വിഷയമാണ്. 2 ദൈവം സൃഷ്ടിച്ചത്, മത്സ്യങ്ങളെ ദൈവം സൃഷ്ടിച്ചു, അതിനെ ദൈവമാക്കി വെച്ചു. 3 ദൈവം സൃഷ്ടിച്ചത്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കപ്പെട്ടതാ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഇല്ലാതിരുന്നത്, ആ സമയത്തില്ലാതിരുന്നത് വീണ്ടും ഉളവാക്കപ്പെടുവാനിടയായി തീർന്നത്. മുൻപോട്ട് ഞാൻ കടന്നു പോകട്ടെ. എന്ത് സംഭവിച്ചു? ആ ദൈവം അതിനെ ഉളവാക്കിയെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ, ലൂസിഫറിന്റെ പാപം മുഖാന്തരമായിട്ട് ദൈവം അന്നത്തെ ലോകത്തെ വെള്ളം കൊണ്ട് നശിപ്പിച്ച്, ആ വെള്ളം കൊണ്ട് നശിക്കപ്പെട്ടതായിരിക്കുന്ന ലോകത്തിന് ദൈവം ഒരു റിഫർമേഷൻ, അതായിരിക്കും ബെസ്റ്റ് വേർഡ്, ദൈവം ഒരു രൂപാന്തരം കൊടുത്തതാ. ആ ദൈവം സൃഷ്ടിച്ച ഭൂമിയെ മാറ്റാൻ പറ്റത്തില്ല. ദൈവം സൃഷ്ടിച്ച ആകാശത്തിന് ദൈവം അടിസ്ഥാനം വിട്ടത് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ എന്ത് മാറ്റി? ചില മാറ്റങ്ങളൊക്കെ അതിൻ്റെ ഉപരിതലത്തിൽ കൊണ്ടുവരുവാനായിട്ടിടയായിത്തീർന്നു. ഉപരിതലത്തിൽ കൊണ്ടുവന്ന മാറ്റമാണ് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ച് വെളിച്ചമുണ്ടായി. വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ആകാശവിധാനം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ആകാശവിധാനമുണ്ടായി. ആകാശത്തിന് ഒരു മേളിലുള്ള വെള്ളം, താഴെയുള്ള വെള്ളം, ഇതൊക്കെ വിശദീകരിക്കാൻ പോകുന്നില്ല ഞാൻ. താഴോട്ട് നിങ്ങൾ കാണുമ്പോൾ നക്ഷത്രങ്ങൾ, സൂര്യന്, ചന്ദ്രാദികൾ, വീണ്ടും നമ്മൾ കാണുമ്പോൾ താഴോട്ട് കാണുന്നത് ഭൂമിയിൽ അതതരം വിത്തുള്ള സസ്യങ്ങൾ, വൃക്ഷങ്ങൾ, ഇതെല്ലാം ഉളവാകട്ടെ എന്ന് കൽപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അതൊന്നും അന്നത്തെ ലോകത്തിലില്ല, അതൊന്നും അവിടെ കാണുവാനില്ല. വീണ്ടും ദൈവം അപ്രകാരമാണ് അവസാനമായിട്ട് 6-ാമത്തെ ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുവോ? ഇവിടെ ദൈവം ഭൂമിയെ മാറ്റി പുതിയൊരു ഭൂമിയല്ല സൃഷ്ടിച്ചത്. അന്ന് സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന ഈ ഭൂമിക്ക് ഒരു മാറ്റങ്ങൾ കടന്നു വന്നു. മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള കാരണമെന്ന് പറയുന്നത്, ആദ്യത്തെ ഭൂമി ഒരു കുറവുമില്ലാതിരുന്നൊരു ഭൂമി, ആ ഭൂമി ലൂസിഫറിനെ ആക്കിയപ്പോൾ ലൂസിഫർ പാപം ചെയ്ത് ആ ഭൂമിയെ നശിപ്പിച്ച് കളയുവാൻ ഇടയായി തീർന്നതാണ് ഈ രൂപാന്തരത്തിന് കാരണമായി തീർന്നത്. ദൈവം അനുവദിക്കുന്ന അടുത്ത ആഴ്ച അടുത്ത ഭാഗത്തിൽ ഞാൻ കടക്കുന്നതായിരിക്കും, മുമ്പോട്ടേക്ക് കടന്നു പോകുന്നില്ലേ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ ഹിതം പരിപൂർണമായി നിറവേറ്റപ്പെടുമെങ്കിൽ, ആദിയിൽ തന്നെ ദൈവം പ്ലാൻ ചെയ്തത് ഇന്നും നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ദൈവത്തിൻ്റെ വചനവുമായിരിക്കുന്ന ബന്ധത്തിൽ സത്യമായിട്ട് കടന്നു പോകുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു പാപം പോലും ഇല്ലാതിരുന്ന ഒരു ഭൂമിയായിരുന്നു അന്ന് ലൂസിഫറിൻ്റെ കാലത്തുണ്ടായിരുന്നത്. പാപത്തെക്കുറിച്ച് കേൾക്കുവാനേ ഇല്ലായിരുന്നു. പാപത്തെക്കുറിച്ച് കേട്ടത്
ദൈവത്തിനെതിരായിട്ട് ഈ ലൂസിഫർ എഴുന്നേറ്റ് ദൈവത്തോട് സമനാകുവാൻ ആഗ്രഹിച്ച സമയം മുതലാണ് പാപം കടന്നു വരുവാൻ കാരണമായി തീർന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ആദമിൻ്റെ ഭൂമിയെക്കുറിച്ച് ഞാൻ അടുത്ത ആഴ്ചയും വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാം. പക്ഷെങ്കിൽ അതിന് മുൻപ് ലൂസിഫർ പാപം ചെയ്യുന്നതിന് മുമ്പുള്ളൊരു ഭൂമി എന്ന് പറയുന്നത് യാതൊരു പാപവുമില്ല, ശ്രേഷ്ഠമായിട്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട എല്ലാം നന്മകൾ കൊണ്ട് നിറയപ്പെട്ടത്. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കും, ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന പോലെ അന്നും വൃക്ഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മൃഗങ്ങളുമൊക്കെ അന്നും ഉണ്ടായി കാണും. എന്നാൽ എന്ത് സംഭവിച്ചു? ആ ലൂസിഫറിൻ്റെ പാപം മുഖാന്തരമായിട്ട് ആ ഹോൾ തൻ്റെ കരങ്ങളിൽ കൊടുത്ത മുഴുവനെ ദൈവം നശിപ്പിച്ച് വെള്ളം കൊണ്ട് നശിപ്പിക്കപ്പെടുവാനിടയായി തീർന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ആകാശം ഭൂമിയെല്ലാം മാറിപ്പോകും, ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മാറ്റം വരത്തില്ല. അന്നത്തെ ഭൂമി ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ അതേ വചനമാണ് ഇന്നും നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്തതിനെ പ്രകാരം പറയുന്നു, അവൻ വീണ്ടും വേഗം കടന്നു വരും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, അവൻ വരുമെന്നുള്ളത് സത്യമാർഗത കാര്യമാണ്. പക്ഷെങ്കിൽ അവൻ്റെ വരവെങ്കിൽ ഞാൻ നിങ്ങൾ കാണപ്പെടുമോ എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ദൈവത്തിൻ്റെ പ്രത്യേകമായ ഹിതത്തിനനുസൃതമായിട്ട് എല്ലാം ഭംഗിയായിട്ട് അതിനനുസൃതമായിട്ട് നടക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ശാന്തമായിട്ട് എല്ലാ കണ്ണുകളും അടച്ച് ഒരൽപ്പ നിമിഷങ്ങൾ ദൈവത്തിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവത്തോടൊന്ന് പറയുമോ, കർത്താവേ, ഈ ലോകത്തെക്കുറിച്ചുള്ള നിൻ്റെ ഹിതം പരിപൂർണമായിട്ട് നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ ജീവിതത്തെക്കുറിച്ച് നിനക്കൊരു പർപ്പസ് ഉണ്ട്, അതും എന്നിൽ കൂടെ പരിപൂർണമായിട്ട് നിവർത്തിക്കപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പർപ്പസ് ഒരിക്കലും മാറത്തില്ല. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, വ്യർത്ഥമായിട്ടല്ല അവനതിനെ സൃഷ്ടിച്ചത്, പാപ്പിനത്രേ. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടുവാനിടയാകുമെങ്കിൽ ഇന്ന് പകൽക്കാലം ഹൃദയത്തിൻ്റെ ആഴത്തിൽ കൂടെ ഒരു വേർഡ് പറഞ്ഞാട്ട് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ് എൻ്റെ ജീവിതത്തിൽ കൂടെ നിറവേറ്റപ്പെടും. എല്ലാ കണ്ണുകളും അടച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ് എന്നിൽ കൂടെ നിറവേറ്റപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് ഒരു കാര്യം മാത്രം മതി, ദൈവത്തിൻ്റെ പർപ്പസ് എന്നിൽ കൂടെ നിറവേറ്റപ്പെടുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് എനിക്ക് നടത്തുവാൻ സാധ്യമല്ല. ലൂസിഫറെ, നീ ദൈവത്തിൻ്റെ പർപ്പസിൽ നിന്നിരുന്നുവെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെട്ടനെ. അതൊന്ന് മാറ്റപ്പെട്ട് നിന്റെ ശാപത്തിന് കാരണമായി തീർന്നുവെങ്കിൽ ദൈവത്തോടു കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നതാ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞാട്ട്, എൻ്റെ ദൈവത്തിന് ഇഷ്ടമെന്നിൽ കൂടെ നിറവേറ്റപ്പെടുവാൻ ഇതാ എൻ്റെ ജീവിതത്തെ ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഈ പകൽക്കാലം ആ പ്രാർത്ഥന നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് കടന്നു വരട്ടെ. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഹല്ലേലൂയ. എന്നെ ഒന്ന് സഹായിക്കണമേ എന്നെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട് ആ തരം തുറന്നൊന്ന് പ്രാർത്ഥിച്ച് ദൈവമക്കൾ ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനായിട്ട് എന്നെ ഏൽപ്പിച്ചിരുന്ന ദൈവത്തോട് പറഞ്ഞാട്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you, my loving holy God. We praise you, my master. We thank you. എൻ്റെ കർത്താവേ, നിനക്ക് നന്ദി രാജാ, നിനക്ക് നന്ദി. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടെ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് വലിയവനായിരിക്കും ദൈവത്തെ നമുക്കൊന്ന് മഹത്വപ്പെടുത്താൻ, ദൈവത്തെ ഒന്ന് ആരാധിപ്പാൻ, ദൈവത്തെ ഒന്ന് സ്തുതിപ്പാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.